ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എൻജിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ എൻജിൻ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എൻജിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 2 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയൽ ഇന്ന്. ഈ വീഡിയോ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ എല്ലാ ലിങ്കുകളും അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന്റെ വേരിയേറ്റർ സൈഡിൽ വരുന്ന ഓയിൽ സീൽ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്ന 2 10 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിയെടുക്കണം. ഈ 2 ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുത്താൽ ഓയിൽ സീലിനെ എൻജിൻ കേസിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്ന ലോക്ക് പ്ലേറ്റ് എടുത്തു മാറ്റാവുന്നതാണ്. എൻജിൻ കേസിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും ഓയിൽ സീൽ ഊരുകയാണെങ്കിൽ ഒരല്പം എളുപ്പമുണ്ട്. ഈ ഭാഗത്തു നിന്നും മെല്ലെ ഇതുപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ സീൽ അനായാസേന ഊരിയെടുക്കാവുന്നതാണ്. ഓയിൽ സീൽ തിരികെ ഇടേണ്ട ഭാഗത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കണം. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ വേരിയേറ്റർ സൈഡിൽ വരുന്ന ഓയിൽ സീൽ. 40 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിന്റെ ഒരു ഭാഗം ഒരല്പം കുഴി പോലുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റ് ആയതുമാണ്. ഇതിന്റെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ, അതായത് ഈ കുഴി പോലുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം ഓയിൽ സീൽ ഇടുമ്പോൾ നമ്മൾ വെക്കേണ്ടത്. ഓയിൽ സീലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ പ്രോപ്പർ സീറ്റിങ്ങിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ സീൽ ഇളകി പോകാതിരിക്കാനുള്ള ലോക്ക് പ്ലേറ്റ് തിരികെ ഇട്ട് കൊടുത്തുകൊണ്ട് 2 10 മില്ലിമീറ്റർ ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഡീസലിലോ പെട്രോളിലോ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എൻജിൻ ഓയിൽ ഫിൽറ്റർ അഥവാ ഓയിൽ സ്റ്റെയിനർ ഈ ഭാഗത്ത് തിരികെ ഇടണം. ഇതാണ് ഓയിൽ സ്റ്റെയിനർ. ഇതിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം താഴെ വരുന്ന രീതിയിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഓയിൽ സ്റ്റെയിനറിനെ പ്രോപ്പറായി ലോഡ് ചെയ്ത് നിർത്താനുള്ള സ്പ്രിംഗ് ആണിത്. ഇതിൻ്റെ വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓയിൽ സ്റ്റെയിനർ ക്യാപ്പ് തിരികെ ഇട്ട് ഒരു 17 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും എൽ റോഡുമോ അല്ലെങ്കിൽ റിംഗ് സ്പാനറോ ഉപയോഗിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ടോർക്ക് കൊടുത്ത് എൻജിൻ കേസിലെ ത്രെഡ് പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്രാങ്ക് കേസിലെ മാഗ്നറ്റ് സൈഡിൽ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഓയിൽ സീൽ ഇടാനുണ്ട്. ഇവിടെയായിട്ട് ഇതാണ് മാഗ്നറ്റ് സൈഡിൽ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഓയിൽ സീൽ. 20 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം കുഴിയുള്ളത് പോലുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതുമാണ്. ഇതിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം താഴെ വരുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഓയിൽ സീൽ ഇടേണ്ടത്. എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഓയിൽ സീൽ പ്രോപ്പർ സീറ്റിങ്ങിലാക്കി കൊടുക്കാം. ഇതോടുകൂടി എൻജിൻ കേസിൽ വരുന്ന എല്ലാ സീലുകളും നമ്മൾ മാറ്റി പുതിയത് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വണ്ടിയുടെ ക്രാങ്കും ടൈമിംഗ് ചെയിനും തിരികെ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്